നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ 20 കേന്ദ്രങ്ങളിൽ NIA റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു. അതിൽ ഇനിയും പൂർത്തിയാകാനുള്ള റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് 3 ജില്ലകളിലെ 20 കേന്ദ്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചറിഞ്ഞാണ് NIA പരിശോധന നടത്തുന്നത്. ഈ പരിശോധന ഇങ്ങനെ നടത്താൻ സുപ്രധാനമായ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ നിരവധി റെയ്ഡുകൾ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട്, NIA നടത്തിയിട്ടുണ്ട്. വിലപ്പെട്ട പല വിവരങ്ങളും NIAക്ക് കിട്ടിയത് ആ റെയ്ഡുകളിലൂടെയാണ്. പ്രത്യേകിച്ചും 2010 പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ട കേസ്, വലിയ രഹസ്യങ്ങൾ, അതിൻ്റെ പിന്നിൽ നടന്ന വലിയ ആസൂത്രണം ഒക്കെ NIAക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ആ കാലത്താണ്, ആ റെയ്ഡുകളിലൂടെയാണ്. എന്തായാലും ആ റെയ്ഡുകളുടെ അടിസ്ഥാനത്തിൽ ആ കേസ് പുനരന്വേഷിക്കണം എന്ന് NIA നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച് കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും സമാധാനത്തിനും ഒക്കെ ഭീഷണിയാണ്, ഒരു ആഭ്യന്തര ശത്രുവാണ് രാജ്യത്തിനുള്ളിൽ വളർന്നു വരുന്നത് എന്ന് ആരോപിച്ചാണ് കേന്ദ്ര സർക്കാർ അവരെ നിരോധിച്ചത്. ട്രൈബ്യൂണലിൽ പോയിട്ടും ആ നിരോധനത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായില്ല. ഇപ്പോൾ കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. അതെന്തായാലും അതിൻ്റെ ഫലം എന്തു തന്നെ ആയാലും ശരി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഒരു ഭീകര സംഘടനയാണ്. ഈ പറയുന്നത് പോലെ മത ഭീകരവാദത്തിൻ്റെ വിത്തുകൾ മുളപ്പിക്കുന്ന സംഘടനയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഈ റെയ്ഡ് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ 20 കേന്ദ്രങ്ങളെ തിരിച്ചറിഞ്ഞ് റെയ്ഡ് നടത്തുന്ന NIAക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്, കൃത്യമായ ഉദ്ദേശമുണ്ട്. നമുക്കറിയാം, പാലക്കാട് ശ്രീനിവാസൻ എന്ന RSS നേതാവ് കൊല്ലപ്പെട്ട സംഭവം നമുക്കറിയാം. ആ സംഭവത്തിൻ്റെ തുടർന്ന് ആ കേസിൽ പ്രധാന പ്രതികളായിരിക്കുന്ന 6 പേരെ ഇനിയും കിട്ടാനുണ്ട്. ഈ 6 പേരും ഒളിവിലാണ്. ഈ 6 പേരെയും പിടികൂടാതെ കേസ് മുന്നോട്ട് പോകത്തില്ല. നിലവിൽ ആ കേസിൽ UAPA ചുമത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഒരു നിശ്ചിത പ്രതികൾക്ക് ജാമ്യം കിട്ടി, പക്ഷേ വളരെയധികം പ്രതികൾ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. കാരണം അവർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് UAPA ആണ്. ഇപ്പോൾ പിടികിട്ടാനുള്ള 6 പേർ, മുഹമ്മദ് മൻസൂർ എന്ന പ്രധാന പ്രതി, ഈ കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൽ വലിയ പങ്കുണ്ട് എന്ന് NIA കണ്ടെത്തിയ മുഹമ്മദ് മൻസൂർ, അതുപോലെ തന്നെ അബ്ദുൾ വഹാബ്, അതുപോലെ അബ്ദുൾ റഷീദ്, അതുപോലെ മുഹമ്മദ് യാസർ അറാഫത്ത്, അതുപോലെ അയൂബ് TA, അതുപോലെ തന്നെ മൊയ്തീൻ കുട്ടി, ഇങ്ങനെ 6 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ 6 പേരും ഒളിവിലാണ്. ഇവർ രാജ്യം വിട്ടോ എന്ന് പോലും NIA സംശയിക്കുന്നുണ്ട്. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും ഇവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികവും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് NIA. പക്ഷേ ഇവരെക്കുറിച്ച് ഒരു വിവരങ്ങളും ഒരു തുമ്പും ലഭിക്കുന്നില്ല. വളരെ സമർത്ഥമായിട്ട് ഇവരെ ഒളിപ്പിച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് നമുക്കെല്ലാവർക്കും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഈ സംഘടന നിരോധിച്ചെങ്കിലും ഇതിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPI ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറഞ്ഞതുപോലെ SDPIയിലേക്കും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിലേക്കും, അതുപോലെ കോൺഗ്രസിലേക്കും മുസ്ലിം ലീഗിലേക്കും ഒക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കാരണം ആ പാർട്ടികളിൽ നിന്നാൽ സുരക്ഷിതമായി അവിടെ നിൽക്കാം, പോലീസ് ഉപദ്രവിക്കില്ല, NIA വരില്ല എന്നൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. പക്ഷേ NIAയുടെ ശക്തി എന്താണെന്നും അവരുടെ കരുത്ത് എന്താണെന്നും ഇക്കൂട്ടർക്ക് അറിയില്ല. ഏത് കൂടാരത്തിൽ പോയി ഒളിച്ചാലും ശരി, അവരെ പിടിക്കണം എന്ന് NIA നിശ്ചയിച്ചാൽ, അതിനുള്ള തെളിവുകൾ ലഭിച്ചാൽ ഉറപ്പായിട്ടും അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ശ്രീനിവാസൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട് 6 പ്രതികളെ കൃത്യമായിട്ടും പിടികൂടാൻ വേണ്ടുന്ന പരിശ്രമം ഏറെ നാളായി NIA തുടരുകയാണ്. പലപ്പോഴും ഇവരെക്കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവർ രക്ഷപ്പെടുന്നതായിട്ടാണ്
നമുക്ക് അനുഭവപ്പെടുന്നത്. NIA സംബന്ധിച്ചിടത്തോളം ഇവരെ എന്നേക്കുമായിട്ട് പൂട്ടുക, ഈ കേസിൽ ഇവർ കൂടി അറസ്റ്റിലായാൽ തീർച്ചയായിട്ടും ആ ശ്രീനിവാസൻ കൊലക്കേസിന്റെ കൃത്യമായ വിചാരണ ആരംഭിക്കാൻ കഴിയും. മുഴുവൻ പ്രതികൾക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് NIA ഇത്ര ശ്രദ്ധാപൂർവം ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ 6 പേരെ പിടിക്കാൻ ഈ 6 പേർ എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലായിട്ട് ഒളിവിലുണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് NIA പരിശോധനയ്ക്ക് 20 ഇടങ്ങളിൽ പരിശോധനയ്ക്ക് മുതിർന്നതെന്ന് ഒരു സൂചനയുണ്ട്. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസിനെയോ സംസ്ഥാന ഭരണകൂടത്തെയോ ഒന്നും അറിയിക്കാതെ വളരെ രഹസ്യമായിട്ടാണ് NIA അവരുടെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നതും നടത്തുന്നതും. ഇത് കേരള പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റെയ്ഡ് വിവരം ചോരും എന്ന് NIAക്ക് മുൻ അനുഭവങ്ങളിൽ നിന്ന് അറിയാം. കേരള പോലീസിനുള്ളിലെ പച്ച വെളിച്ചം വളരെ ശക്തമാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് എന്ന് NIAക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥരും സസ്പെൻഷനിലാകുകയും ചിലരെയൊക്കെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തതായിട്ടും ഒരു സൂചനയുണ്ട്. NIA സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ കേരള പോലീസിന്റെ സഹായം ആവശ്യമില്ല. വേണ്ടി വന്നാൽ അവർ അർദ്ധ സൈനിക വിഭാഗം അല്ലെങ്കിൽ കേന്ദ്രസേന CRPFനെ വിളിക്കും. മുമ്പും നമുക്കതറിയാം. CRPFന്റെ സഹായത്തോടു കൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ച ഉടൻ തന്നെ റെയ്ഡുകൾ നടത്തി അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം NIA പൊക്കിയത് CRPFന്റെ സഹായത്തോടു കൂടിയാണ്. കേരളത്തിലെമ്പാടും CRPF ആണ് NIA ഉദ്യോഗസ്ഥർക്ക്, ED ഉദ്യോഗസ്ഥർക്ക് ഒക്കെ സുരക്ഷ നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം NIAയും EDയും ഒക്കെ നടപടികൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സുരക്ഷയും ഒരുക്കുന്നത് ഈ പറഞ്ഞതുപോലെ CRPF ആണ്. അതിന്റെ ഭാഗമായി ഇപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന്റെ സഹായം ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് തീർച്ചയായിട്ടും CRPFന്റെയും മറ്റും സഹായത്തോടു കൂടി റെയ്ഡുകൾ നടത്താൻ കഴിയും. ശ്രീനിവാസൻ കൊലക്കേസിലെ 6 പ്രതികളെയും പിടികിട്ടാതെ NIA അടങ്ങില്ല എന്ന് തീർച്ചയാണ്. ഈ 6 പേരും താമസം വിനാ പിടിയിലാകുമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ.